നമസ്കാരം. ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടി സി എസ് കഴിഞ്ഞ ദിവസം 1.5% ഇടിഞ്ഞ് 3454 ക്ലോസിംഗ് നൽകി. 12.6 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.30. ഡിവിഡൻഡ് yield 1.45%. കഴിഞ്ഞ ആഴ്ച ടി സി എസിന് ലഭിച്ച $140 മില്യൺ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കേസിലെ പെനാൽറ്റി കൂടാതെ $210 മില്യൺ മറ്റൊരു പെനാൽറ്റി കൂടി ടി സി എസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇത് ടി സി എസിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. കഴിഞ്ഞ ആഴ്ച എപ്പിക് സിസ്റ്റവുമായിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കേസിലായിരുന്നു ടി സി എസിന് സുപ്രീം കോർട്ടിൻ്റെ സൈഡിൽ നിന്നും $140 മില്യൺ പിഴ ഒടുക്കണം എന്നുള്ള ഒരു വിധി വന്നത്. ഇതുകൂടാതെ DXC ടെക്നോളജി എന്ന കമ്പനിയുമായിട്ടുള്ള ട്രേഡ് സീക്രട്ട് കേസിൽ ടി സി എസിന് $210 മില്യൺ പെനാൽറ്റി നൽകണം എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 2019 കമ്പ്യൂട്ടർ സയൻസ് കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയറും സോഴ്സ് കോഡും അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ടി സി എസ് കമ്പ്യൂട്ടർ സയൻസസ് കോർപ്പറേഷൻ്റെ 2200 എംപ്ലോയീസിനെ ഹയർ ചെയ്യുകയും ടെക്നോളജിയും സോഴ്സ് കോഡും അക്വയർ ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ അമേരിക്കൻ IT ഫിമായ DXC ടെക്നോളജി നടത്തിയ ലീഗൽ ബാറ്റിലിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ടി സി എസിന് ഏകദേശം $210 മില്യൺ പെനാൽറ്റി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതിനെതിരെ ടി സി എസ് ലീഗൽ ബാറ്റിൽ കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയെ സമീപിക്കാനോ ഉള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തേത് ടി സി എസിൻ്റെ ബൈബാക്ക് ഡിസംബർ 1 മുതൽ ആരംഭിക്കുന്നു. ഡിസംബർ 1 മുതൽ ഡിസംബർ 7 വരെയാണ് ടി സി എസിൻ്റെ ബൈബാക്ക്. ടി സി എസ് 4150 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് സ്റ്റോക്കുകൾ തിരികെ വാങ്ങുന്നത്. 17,000 കോടി രൂപയുടെ ഈ ബൈബാക്കിൽ നവംബർ 25 വരെ ടി സി എസിൻ്റെ ഷെയറുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നവരാണ് എലിജിബിൾ ആയിരിക്കുക. ടി സി എസ് ഷോർട്ട് ടൈമിലും മീഡിയം ടൈമിലും അത്ര മികച്ച റിട്ടേൺ തരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ബൈബാക്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതുകൊണ്ട് ബൈബാക്കിലെ അക്സെപ്റ്റൻസ് റേഷ്യോ കുറയാനും ബൈബാക്ക് ലഭിക്കാനുമുള്ള സാധ്യത കുറയുകയും ചെയ്യും. ടെക്നിക്കലി ടി സി എസ് എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ചാനലിനുള്ളിൽ ട്രേഡ് ചെയ്യുന്നു. 3250, 3200 തുടങ്ങിയവയാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. സ്റ്റോക്ക് 3450 ട്രേഡ് ചെയ്യുന്നു. 3780, 800 തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ നെഗറ്റീവ് ന്യൂസിനോടൊപ്പം ബൈബാക്ക് കൂടി വരുന്നത് കൊണ്ട് സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. രണ്ടാമത്തെ സ്റ്റോക്ക് BSE ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.7% ഉയർന്ന് 2180 ക്ലോസിംഗ് നൽകി. 29,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 42.51, ഡിവിഡൻഡ് yield 0.5%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 15% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 6 മാസം കൊണ്ട് 300% റിട്ടേൺ BSE നൽകി. കൂടാതെ ഇയർ ടിൽ ഡേറ്റിൽ 290% റിട്ടേൺ നൽകി. 6 മാസം കൊണ്ട് 300% റിട്ടേൺ നൽകിയിട്ടും ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത് വരുന്ന ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 24% അല്ലെങ്കിൽ 24% റിട്ടേൺ കൂടി നൽകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇതിനുള്ള കാരണമായി ജെഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നത് 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ 150% വർധനവുണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റിലെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കുന്നതും രാജ്യത്തിൻ്റെ GDP ഉയരുന്നതും GDPക്ക് പ്രൊപ്പോർഷണലായി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വർദ്ധിക്കുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ജെഫ്രീസ് പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ BSEക്ക് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ BSEയുടെ ഓരോ സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂവിലും വർധന ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ. ബാങ്കെക്സ്, സെൻസെക്സ് പോലുള്ള ഇൻഡെക്സ് F&O കോൺട്രാക്റ്റുകൾ ലോഞ്ച് ചെയ്തതുവഴി കമ്പനിയുടെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ റവന്യൂ 1% നിന്നും 14% ഉയർന്നു. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 2 ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ നിന്നുള്ള ഇൻകം 2% ആയിരുന്നെങ്കിൽ അത് 2025 ഫിനാൻഷ്യൽ ഇയറിൽ 35% ഉയരും എന്നാണ് ജെഫ്രീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് കൂടാതെ ക്യാഷ് ഇക്വിറ്റി സെഗ്മെൻറ്റിൽ നിന്നും 20% റവന്യൂ മിക്സും മ്യൂച്വൽ ഫണ്ട് പ്രോസസ്സിങ്ങിൽ നിന്നും 10% റവന്യൂ മിക്സും കോർപ്പറേറ്റ് സർവീസിൽ നിന്നും 35% റവന്യൂ മിക്സും ട്രഷറി, റിക്കറിംഗ് ഫീസ് എന്നീ ഇനത്തിൽ നിന്നും 25%-അടുത്തുള്ള റവന്യൂ മിക്സും കമ്പനിക്ക് അല്ലെങ്കിൽ BSEക്ക് ലഭിക്കുന്നു. ഇത് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തിയേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജെഫ്രീസ് BSEക്ക് ബൈ എന്ന റേറ്റിംഗും 2700 രൂപയുടെ ടാർഗറ്റ് നൽകുന്നത്.
BSE എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടും സ്റ്റോക്ക് വളരെയധികം റണ്ണപ്പ് ആയതുകൊണ്ടും സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചോ ഡിസ്കസ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ സ്റ്റോക്ക് സോന BLW പ്രസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ്. 33,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 72, ഡിവിഡൻഡ് yield 1.08%. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1% ഇടിഞ്ഞ് 568 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സോന BLW പ്രസിഷൻ്റെ കഴിഞ്ഞ ദിവസത്തെ എക്സ്ചേഞ്ച് ഫയലിംഗ് പരിശോധിച്ചാൽ കമ്പനി ക്ലീൻ മാക്സ് എൻവിയോൺമെൻറ്റ് എനർജി സൊല്യൂഷൻ എന്ന കമ്പനിയുമായി ചേർന്ന് ക്യാപ്റ്റീവ് സോളാർ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റിൽ ഒപ്പുവെച്ചു എന്നുള്ള ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കും. ഈ ന്യൂസ് സ്റ്റോക്കിൽ അത്ര വലിയ ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അതേസമയം ടെക്നിക്കൽ ബേസ്ഡ് പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് സോന BLW പ്രസിഷൻ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ഒരു മാസം കൊണ്ട് 4% റിട്ടേൺ നൽകിയ സ്റ്റോക്ക് 800 രൂപയിൽ നിന്ന് 400 രൂപയിലേക്ക് ഇടിഞ്ഞിരുന്നു. 400 രൂപയിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ഹയർ ഹൈ ഹയർ ലോ എന്ന രീതിയിലുള്ള അപ്വേർഡ് ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. 400 രൂപയിൽ നിന്നും സ്റ്റോക്ക് 600 രൂപ വരെ ഉയരുകയും 600 രൂപയിൽ റെസിസ്റ്റൻസ് നേരിട്ട് സ്റ്റോക്ക് 550 എന്ന സപ്പോർട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇടയ്ക്ക് സ്റ്റോക്ക് 500 എന്ന ലെവൽ വരെ എത്തിയിരുന്നു. 500 എന്ന ലെവലിൽ നിന്നും ഉയർന്ന ബൈയിങ് മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. റീസെൻ്റ്ലി സ്റ്റോക്ക് 568 അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിലാണ്. അതുകൊണ്ട് 550 525 സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് അപ്പ് ട്രെൻഡിലേക്ക് മാറുമ്പോൾ 600 എന്ന ലെവലിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവും സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്